സുവിശേഷത്തെ നോക്കി പാർക്കാം, യേശുവിനെ വീണ്ടും വരുന്നവനെ ഘോഷിച്ചിടാം, യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം, യേശുവിനെ വീണ്ടും വരുന്നവനെ ആരാധിക്കാം, യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം, ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം, യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം, ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. രണ്ട് തിരുവചന ഭാഗങ്ങൾ ഇന്നത്തെ വചനധ്യാനത്തിനായി നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത് 1 കൊരിന്ത്യർ 9:16 അതിലെ ഒരു ഭാഗം മാത്രം. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. രണ്ടാമത്തെ വചനം എസ്തേറിന്റെ പുസ്തകം 8-ാം അധ്യായം 14-ാം വാക്യമാണ്. അങ്ങനെ അഞ്ചൽക്കാർ രാജകീയ തുരകങ്ങളുടെ പുറത്ത് കയറി രാജാവിന്റെ കൽപ്പനയാൽ നിർബന്ധിതരായി ബന്ധപ്പെട്ട് ഓടിച്ചുപോയി. ഒന്നുകൂടെ വായിക്കുന്നു. രാജകീയ തുരകങ്ങളുടെ പുറത്ത് കയറി രാജാവിന്റെ കൽപ്പനയാൽ നിർബന്ധിതരായി ഓടിച്ചുപോയി. എസ്തേറിന്റെ പുസ്തകത്തിലെ ഈ സംഭവം നിങ്ങൾക്ക് നല്ലവണ്ണം അറിവുള്ളതാണല്ലോ. മൊർദെഖായിയെയും മറ്റും കൊന്നുകളയുവാൻ ഹാമാൻ ഇറക്കിയ ഉത്തരവ്, രാജകീയ ഉത്തരവ്, ആ രാജ്യം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നത്തേതിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാൽ ആ ഉത്തരവിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ദൈവജനത്തിന്റെ ഉദ്ധാരണമാണ് രണ്ടാമത്തെ ഉത്തരവിലുള്ളത്. ആ ഉത്തരവ് മറ്റേ ഉത്തരവ് എത്തുന്നതിന് മുമ്പോ അല്ലെങ്കിൽ എത്തി നടപടി ഉണ്ടാകുന്നതിന് മുൻപോ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അതിവേഗത്തിലുള്ള ഓട്ടമാണ് ഈ വാക്യത്തിൽ കാണുന്നത്. അതിന് 2 വാക്കുകൾ ശ്രദ്ധിക്കുക. രാജകീയ തുരകം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന കുതിര. അതിന്റെ പുറത്ത് കയറിയിട്ട് രാജകൽപ്പനയാൽ നിർബന്ധിതരായി ബന്ധപ്പെട്ട് ഓടിച്ചുപോയി. ഇങ്ങനെയാണ് രാജകൽപ്പന നിവർത്തിക്കേണ്ടത്. അത് ഏറ്റവും വേഗത്തിൽ വേണം, ഏറ്റവും ദൂരത്തിൽ എത്തണം, അത്യന്തം ഉത്സാഹത്തോടുകൂടെ വേണം ചെയ്യുവാൻ. അവർ രാജകൽപ്പനയെ അത്രമാത്രം ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. അതുകൊണ്ട് അവർ ഏറ്റവും വേഗതയുള്ള വാഹനത്തെ തിരഞ്ഞെടുത്തിട്ട് ഏറ്റവും ഉത്സാഹത്തോടുകൂടെ ഈ സന്ദേശം വ്യാപിപ്പിക്കുവാൻ ശ്രമിച്ചു. നിങ്ങൾ വൈകുന്തോറും അനേകർ അവിടെ കൊല്ലപ്പെടും. കാരണം അങ്ങനെ ഒരു ഉത്തരവ് നേരത്തെ പോയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ദൈവസഭയെ, ദൈവജനമേ, യുവാക്കളെ, കുഞ്ഞുങ്ങളെ, ഉത്തരവാദിത്വമുള്ള ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ വിനയപുരസ്സരം ഓർപ്പിക്കുന്നു. നാം സുവിശേഷം അറിയിക്കുന്നതിൽ അല്പം കൂടെ വേഗത കാണിക്കണം, അല്പം കൂടെ ജാഗ്രത കാണിക്കണം, അല്പം കൂടെ ഉത്സാഹം കാണിക്കണം. കാരണം മദ്യവും മയക്കുമരുന്നും കൊലപാതകവും ഒത്തിരി ചെറുപ്പക്കാരെ തകർത്തുകൊണ്ടിരിക്കുന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ സാധ്യതകളും സൗകര്യങ്ങളും ഉപയോഗിച്ച് സുവിശേഷം അറിയിക്കുക. രാജകൽപ്പനയേക്കാൾ വലിയൊരു കൽപ്പന നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. രാജാതിരാജാവിന്റെ കൽപ്പന. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പീൻ. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.